സുഹൃത്തുക്കളെ, പുതിയൊരു കഥയുടെ പേര് തത്വമസി. തുടങ്ങട്ടെ. നേരം പുലരാൻ ഇനി അധികം സമയമില്ല. നല്ല തണുപ്പുണ്ട്. കുറച്ച് നേരം കൂടി പുതച്ച് കിടക്കുവാനാണ് തോന്നുന്നത്. താഴെ നിലത്ത് പായിൽ പുതച്ച് ശാന്തമായി ഉറങ്ങുന്നുണ്ട് ഭാര്യ രാധ. തൊട്ടപ്പുറത്തെ കുടിസ് റൂമിൽ നിന്നും ചെറിയ തോതിൽ കൂർക്കം വലി കേൾക്കുന്നു. മകൻ ഹരിയാണ്. ഇടനാഴിയുടെ അറ്റത്തെ മുറിയിലെ കമ്പ്രാന്തലിൻ്റെ വെട്ടം ചുമരുകളിൽ നിഴലുകൾ തീർക്കുന്നു. അച്ഛൻ തിരുമേനിയാണ് അവിടെ കിടക്കുന്നത്. ഇനിയും കിടന്നാൽ ഉറങ്ങിപ്പോകും. ഉറക്കമല്ലല്ലോ പ്രധാനം. കൃത്യസമയത്ത് എഴുന്നേറ്റ് കുളിയും തേവാരവും കഴിഞ്ഞ് അമ്പലത്തിലെത്തി നട തുറക്കണം. പുതപ്പ് മാറ്റി തിരുമേനി എഴുന്നേറ്റു. തോർത്തും അമ്പലത്തിൽ ധരിക്കുവാനുള്ള വസ്ത്രങ്ങളും ഒരു സഞ്ചിയിലെടുത്ത് ഇടനാഴിയിൽ നിന്നും പൂമുഖത്തേക്ക് ഇറങ്ങി. വാതിൽ പതിയെ ചാരി. പൂമുഖത്തെ വരാന്ത അവസാനിക്കുന്ന ഇടത്ത് അടുക്കളവാതിലിന് പുറത്തായി കെട്ടിത്തൂക്കിയ മുക്കേരിക്കുട്ടയിൽ നിന്നും അല്പമെടുത്തു പൊതിഞ്ഞു സഞ്ചിയിലിട്ടു. മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ പട്ടയിൽ നിന്നും ഒരു ഈർക്കിലയും. ഇനി ഒട്ടും വഴുകിക്കുന്നില്ല, പെട്ടെന്ന് പോയേക്കാം. അകത്ത് രാധ ചുമയ്ക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഒരു നിമിഷം തിരിഞ്ഞു നിന്നു. പിന്നെ നടത്തം തുടർന്നു. അവൾക്ക് ഈയിടെയായി കുറച്ചു കാലമായി ശല്യം ചെയ്തിരുന്ന ചുമ കൂടിയിട്ടുണ്ട്. പട്ടണത്തിൽ കൊണ്ടുപോയി നല്ല ഒരു ഡോക്ടറെ കാണിക്കാം. തൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് നടക്കില്ല. മുത്തശ്ശൻ്റെ കാലം തൊട്ട് ഈ അമ്പലത്തിൽ പൂജാവിധികൾ ചെയ്ത് കാലം കഴിച്ചുകൂട്ടി വന്ന ഇല്ലത്തെ ഇപ്പോഴത്തെ ഏക വരുമാനമുള്ള ആളാണ് താൻ. വരുമാനം തീരെ കുറവാണ് നാട്ടിൻപുറത്തെ ആ ചെറിയ അമ്പലത്തിൽ. മണ്ഡലകാലത്താണ് കുറച്ചെങ്കിലും നടവരവ് ഉണ്ടാകാറുള്ളത്. നിത്യപൂജകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട് എന്ന് മാത്രം. എങ്കിലും ഭക്തർ വളരെ കുറച്ചു പേരെ തൊഴാൻ എത്താറുള്ളൂ. ശാന്തിക്കാരന് കിട്ടുന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകുന്നു. ഭഗവതി തരുന്ന പ്രസാദം സ്വീകരിച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കടങ്ങളൊന്നുമില്ലാതെ ഇല്ലത്തുള്ളവരെ 3 നേരം ഊട്ടി അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അത്ര തന്നെ. എല്ലാം ദേവീ കടാക്ഷം. അമ്പലക്കുളത്തിലെ വെള്ളത്തിന് മരം കൂച്ചുന്ന തണുപ്പ്. പെട്ടെന്ന് കുളിച്ച് മഞ്ഞിൽ പൊതിഞ്ഞ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറി. 11 മണിയോടെ ഇല്ലത്ത് തിരുമേനി തിരിച്ചെത്തി. നല്ല ക്ഷീണം തോന്നുന്നു. നനഞ്ഞ മുണ്ടുകളും തോർത്തും ഉണക്കാനിട്ടു. പടിയിൽ വെച്ചിരുന്ന കിണ്ടിയെടുത്ത് കാലും കൈയും മുഖവും കഴുകി പൂമുഖത്തേക്ക് കയറി പഴയ മരപ്പടിയിലിരുന്നു. കഴിക്കാൻ വന്നോളൂ. രാധയാണ്. അടുക്കളയിലേക്ക് നടന്നു. കരി പുരണ്ട തളത്തിലെ കാവി നിലത്ത് പലകക്കരികിൽ കഞ്ഞിയും തേങ്ങാസമ്മതിയും പപ്പടം ചുട്ടതും. ഹരി കഴിച്ചുവോ? അയാൾ അന്വേഷിച്ചു. ഉവ്വ്. താനോ? കഴിച്ചോളാം. കഴിച്ചെണ്ണീറ്റ് തിരുമേനി ഉമ്മറത്തേക്ക് നീങ്ങി. പടിയിൽ ഹരി ഇരിക്കുന്നു. അവൻ്റെ പ്രാകൃത രൂപം കണ്ട് വയ്യായ്മ തോന്നി. നീണ്ടു വളർന്ന താടി, കോലൻ മുടി, മെലിഞ്ഞ ശരീരത്തിനൊട്ടും ചേരാത്ത ലൂസ് ഷർട്ട്, അതും പകുതിയോളം തുറന്നിട്ട ബട്ടണുകളുമായി. ഉണ്ണിയെ, തിരുമേനി മകനെ സ്പർശിച്ചു. നിനക്ക് ഈ മുടിയും താടിയും ഒക്കെ ഒന്ന് വെട്ടി കുറച്ച് വൃത്തിയാക്കി ഇരുന്നൂടെ? എന്തൊരു കോലാടത്. എന്താപ്പം ഇതിനൊരു കുഴപ്പം? ഹരി അയാളുടെ കൈ തട്ടിമാറ്റി മുരണ്ടു. അവൻ്റെ മുഖത്ത് കോപവും വെറുപ്പും നുരഞ്ഞു പൊന്തി. ഈയിടെയായി അവൻ ഇങ്ങനെയാണ്. അച്ഛനോടും അമ്മയോടും എന്നല്ല, എല്ലാവരോടും ദേഷ്യം. അമ്പലത്തിനോടും ശാന്തിപ്പണിയോടും പുച്ഛം. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നാമജപവും പ്രാർത്ഥനകളും കൃത്യമായി പാലിക്കുമായിരുന്നു. അതിരാവിലെ അമ്പലത്തിൽ പോകാനൊരുങ്ങുമ്പോൾ തനിക്കൊപ്പം പലപ്പോഴും പുറപ്പെടും. കൂടെ വരണമെന്ന് വാശി പിടിക്കും. കുഞ്ഞായിരുന്നതിനാൽ പലപ്പോഴും കൊണ്ടുപോകാറുമില്ല. പക്ഷേ വല്ലപ്പോഴുമൊക്കെ വൈകിട്ടത്തെ ദീപാരാധനയ്ക്ക് അവൻ്റെ അമ്മ അവനെ കൂട്ടി തന്നോടൊപ്പം അനുഗമിക്കും. അമ്പലത്തിലെത്തിയാലോ പിന്നെ അമ്പാടിക്കണ്ണനെ പോലെ ഓടി നടക്കുകയായി. വികൃതിക്കുട്ടിയായതിനാൽ തന്നെ അമ്പലം നടത്തിപ്പുകാർക്കും കമ്മിറ്റിക്കാർക്കും തൊഴാൻ വരുന്നവർക്കും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ഹരി. കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും അത്യാവശ്യം ഭംഗിയായി തന്നെ അവൻ്റെ ഉപനയനം നടത്തി. കൗമാരപ്രായമാവുമ്പോഴേക്കും പൂജാവിധികളും പഠിച്ചു. വേദപഠനവും പൂർത്തിയാക്കി. പൂമുഖവാതിൽ വലിച്ചടച്ച ശബ്ദം തിരുമേനിയെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി. വേറൊരു ഷർട്ടെടുത്തണിഞ്ഞ് അരിശത്തോടെ ഹരി
പടികളിറങ്ങിപ്പോകുന്നു. ഇനി ഊണ് കഴിക്കാനാവുമ്പോഴേക്കും വന്നാലായി. ചിലപ്പോൾ വൈകുന്നേരം വരെ വരികയേയില്ല. പടി കടന്ന് പാടവരമ്പിലൂടെ മകൻ നടന്നകലുന്നത് തെല്ലു ദുഃഖത്തോടെ അയാൾ നോക്കി നിന്നു. പിന്നെ അല്പം തളർച്ചയോടെ പടിയിലിരുന്നു. ദാ. രാധ ഒരു ഗ്ലാസ്സിൽ കട്ടൻ കാപ്പി അരികിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അയാൾക്കരികിലിരുന്നു. എൻ്റെ ഈ കുട്ടി ഇങ്ങനെ ആയതെൻ്റെ ദേവി, ആ അമ്മ വേവലാതിപ്പെട്ടു. എനിക്കറിയില്ല എൻ്റെ രാധേ. ഇനിയിപ്പോൾ പൂജ ചെയ്യാനൊന്നും താല്പര്യമില്ലെങ്കിൽ വല്ല അഷ്ടപതിയോ സോപാന സംഗീതമോ ചെണ്ടയോ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാമെന്ന് വെച്ചാൽ അതിലും അയാൾക്ക് താല്പര്യമില്ല. പിന്നെ എന്താ ചെയ്യുക? അപ്പുട്ടോ, അച്ഛൻ മുറിയിൽ നിന്ന് വിളിക്കുന്നു. തിരുമേനി എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. നിങ്ങളിനി ഒന്നും തന്നെ പറഞ്ഞാലോ ആ കുട്ടി കേൾക്കും എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് ഹരിയോട് ചോദിച്ചു നോക്കട്ടെ. ആശ്വസിപ്പിക്കുവാനാണ് അച്ഛൻ വിളിച്ചത്. നമ്മുടെ ഇല്ലത്തുള്ളവർ തലമുറകളായിട്ട് ദേവിയെ ഉപാസിക്കുന്നവരാ. അമ്മയുടെ പാദസേവ ചെയ്ത് ജീവിച്ചു പോന്നവർ. ഇനിയിപ്പോൾ നമ്മുടെ ഹരിക്കുട്ടനല്ലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ദേവി, എൻ്റെ കുട്ടിക്ക് സദ്ബുദ്ധി തോന്നിക്കണേ. ആ വൃദ്ധൻ വേദനയോടെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അത് കാണാനാകാതെ തിരുമേനി പുറത്തേക്ക് നടന്നു. പൂമുഖത്തെ പഴഞ്ചൻ പടിയിൽ ഇരിക്കുമ്പോൾ അയാൾ ഓർത്തു, ഇടിഞ്ഞു പൊളിഞ്ഞ തകർന്നു വീഴാറായ ഈ ഇല്ലം, ഇതിനകത്ത് ദാരിദ്ര്യ ജീവിതം നയിക്കുന്ന ഏതാനും ആത്മാക്കൾ. ചിട്ടകളും മുറകളും ഇന്ന് വരെ ധരിച്ചിട്ടില്ല. ഇല്ലത്തിനകത്തായാലും ശ്രീലകത്തായാലും പൂജകളും മന്ത്രോച്ചാരണങ്ങളും അഭിഷേകവും പുഷ്പാർച്ചനയും കളഭച്ചേർത്തും എല്ലാം മനസ്സർപ്പിച്ചു മാത്രമേ ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ. അമ്പല കമ്മിറ്റിക്കാരും ഭക്തജനങ്ങളും പൂർണ്ണ സംതൃപ്തരുമാണ്. തന്നേക്കാൾ ചിട്ടകളായിരുന്നു അച്ഛന്. ഇത്രയൊക്കെ ദേവിയുടെ പാദപൂജകൾ ചെയ്തിട്ടും എന്തേ ഈ ഇല്ലത്തിന് ഇങ്ങനൊരവസ്ഥ? ദാരിദ്ര്യമോ സാമ്പത്തിക ഞെരുക്കങ്ങളോ 3 നേരം വയറ് നിറച്ചുണ്ണാനാകാത്തതോ അല്ല എൻ്റെ ദേവി എൻ്റെ സങ്കടം. ആറ്റുനൂറ്റുണ്ടായ ഞങ്ങളുടെ ഉണ്ണി എന്താ ഇങ്ങനെ തലതിരിഞ്ഞുകൊണ്ടായത്? പ്രായാധിക്യത്താൽ അവശനായി കിടക്കുന്ന അച്ഛൻ തിരുമേനിയുടെ ദയനീയ രോദനം എന്തേ അവിടുന്ന് ചെവി കൊള്ളാത്തത്? ഒരു ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ സേവിച്ച അച്ഛൻ്റെ വിഷമം എന്തേ അങ്ങ് കാണാത്തത്? സദാസമയം നാമജപത്തിൽ മുഴുകുന്ന രാധയ്ക്ക് ഈടെ എപ്പോഴും ദീനങ്ങളാണ്. എന്താണ് ഞാനിനി ചെയ്യേണ്ടത് എന്നറിയില്ല എനിക്കെൻ്റെ ഭഗവതി. തോളിലെ തോർത്തിൻ്റെ തുമ്പാൽ തിരുമേനി ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അമർത്തി തുടച്ചു. ഉച്ചയോടെ ഹരി ഇല്ലത്ത് തിരിച്ചെത്തി. നേരെ റൂമിൽ കയറി കതകടച്ചു. അമ്മ പലതവണ ഭക്ഷണം കഴിക്കുവാൻ വിളിച്ചു. സൈ കെട്ടിട്ടെന്നോണം അരിശത്തോടെ വാതിൽ തുറന്നവൻ ഒച്ച വെച്ചു. എന്താ എൻ്റെ അമ്മേ, എനിക്കിത്തിരി സ്വൈര്യം തരുമോ? വാ കഴിക്കേ. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. എന്താ കുട്ടി, എന്തിനങ്ങനെ പട്ടിണി കിടക്കണത്? എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞല്ലോ. അവൻ വാതിൽ അടയ്ക്കുവാൻ ഒരുങ്ങി. എന്തിനാ ഉണ്ണി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സന്തോഷിക്കാനുള്ളത് നിറച്ചുണ്ടല്ലോ ഈ ഇല്ലത്ത്. സംസാരം കേട്ട് നിശബ്ദനായി ഇരിക്കുകയായിരുന്ന തിരുമേനി അങ്ങോട്ട് ചെന്നു. എന്താ തൻ്റെ ഭാവം അറിയാമെന്ന് ചോദിക്കുക. എനിക്കിത്തിരി സ്വൈരം തന്നാൽ മതി, അത്രേ ഉള്ളൂ. ഹരി അച്ഛനോട് ചീറി. ആരാ അപ്പോൾ തൻ്റെ സ്വൈരം കെടുത്തിയത്? ഈ പാവം അമ്മയോ? ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാണോ അപ്പോൾ തെറ്റായത്? കഴിക്കാനോ? എന്ത് കഴിക്കാൻ? കഞ്ഞി അല്ലേ? കാലത്തും ഉച്ചയ്ക്കും അന്ത്യമാകുമ്പോഴും എപ്പോഴും കഞ്ഞി തന്നെ കഞ്ഞി. മടുത്തു എനിക്ക്. കുട്ടിയെ, ഇവിടെ ഉള്ളതല്ലേ കലാക്കിയിട്ട് അമ്മയ്ക്ക് തരാൻ നോക്കൂ. രാധ പതിഞ്ഞ സ്വരത്തിൽ മകനെ അനുനയിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവാനാ? എല്ലാം ഭഗവതി കൊണ്ടുവരും എന്നല്ലേ പറയാറ്. എന്നിട്ട് എവിടെ? കഷ്ടം. ഹരി പുച്ഛിച്ചു. ഹരി, ദൈവദോഷം പറയാതറാ, തിരുമേനി ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ പൊന്നച്ച മതി. അവൻ തൊഴുതു. ഈ ഇല്ലം ഇങ്ങനെ നശിക്കാനുള്ള കാരണം തന്നെ ഈ ശാന്തിപ്പണി എന്ന ഏർപ്പാടുകൊണ്ടാ. പൂജയും മന്ത്രങ്ങളും എന്തു തന്നു നമുക്ക്? ഇല്ലായ്മയും പട്ടിണിയും അല്ലേ? ഒരു ജീവിതകാലം മുഴുവനെ നിങ്ങളുടെ ഈ ഭഗവതിയെ പൂജിച്ച് തളർന്ന ആളാ ആ അറയിൽ കിടക്കണത്. എൻ്റെ മുത്തശ്ശൻ. ആ മുത്തശ്ശന് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? മരുന്ന് കൊടുക്കുന്നുണ്ടോ? പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. എനിക്ക് ഈ ഭഗവതി സ്തുതി ഒന്നും കേൾക്കണ്ട. അവൻ ചെവി പൊത്തി വാതിലടച്ചു. ഇനി എന്ത് പറയണമെന്നറിയാതെ അച്ഛനും അമ്മയും പുറത്ത്. എൻ്റെ ഭഗവതി, ഇതിനൊക്കെ എന്ത് മഹാ അപരാധങ്ങളാണ് ഞങ്ങൾ മുജ്ജന്മങ്ങളിൽ ചെയ്തത്. രാധ കണ്ണീർ പൊഴിച്ചു. തിരുമേനി ഒന്നും പറയാതെ കിടപ്പറയിലെത്തി കട്ടിലേക്ക് ചാഞ്ഞു. ഒരു തരത്തിൽ മകൻ്റെ വാദം ശരിയല്ലേ? ഭഗവതിയുടെ
സേവയല്ലാതെ വേറെ ഒരു പരിപാടിയും ഈ ഇല്ലത്തുള്ളവർക്കില്ല. ഒരു കുറവും ഇന്നുവരെ വരുത്തിയിട്ടുമില്ല. തീരെ ശരീരസുഖം ഇല്ലാത്ത അവസരങ്ങളിൽ പോലും. എന്നിട്ടും ദുഃഖവും ദീനവുമല്ലാതെ എന്തുണ്ട്? ഇല്ലം പൂർണ്ണമായി ക്ഷയിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ പട്ടികകളും കഴിക്കോലുകളും മറ്റ് മര ഉരുപ്പടികളും കാലപ്പഴക്കത്താൽ ദ്രവിച്ചുപോയ അവസ്ഥയിലാണ്. കരിപുരണ്ട ഇരുണ്ട അടുക്കളയും തളവും, വവ്വാലുകളും ചിതലും വിഹരിക്കുന്ന തട്ടുംപുറം, നിറം മങ്ങിയ ചുമരുകൾ, കുറേയേറെ പഴക്കമുള്ള കട്ടിലുകളും കസേരയും, നേരം പോക്കിന് ഒരു കുഞ്ഞു റേഡിയോ പോലുമില്ല. പിന്നെ കിടപ്പിലായ അച്ഛനും ആരോഗ്യം ക്ഷയിച്ചു വരുന്ന രാധയും താനും. എല്ലാത്തിനും പുറമെ വിചിത്ര ജീവിത രീതികളുമായി ആകെയുള്ള ഒരാൺതരിയും. നിത്യവും ശാന്തിക്കാരനായി അമ്പലത്തിൽ അധ്വാനിക്കുന്നതുകൊണ്ട് ഇല്ലത്താരും പൂർണ്ണമായും പട്ടിണിയിലാവുന്നില്ല എന്ന് മാത്രം. മകൻ ചോദ്യം ചെയ്യുന്നതും ഇതൊക്കെ തന്നെയല്ലേ? നിത്യവും ഭക്തരുടെ വഴിപാടുകൾക്കനുസരിച്ച് അവരുടെ ദുരിത നിവാരണങ്ങൾക്കും സന്തുഷ്ട ജീവിതത്തിനും പൂജകൾ ചെയ്യുന്ന തൻ്റെ സ്വന്തം ദുരിതങ്ങൾ മാറുന്നില്ല, ദുഃഖങ്ങൾ അകലുന്നില്ല. ഓരോന്നോർത്ത് കിടന്ന് തിരുമേനി ഉറങ്ങിപ്പോയി. ഹരിയുടെ ഉയർന്ന ശബ്ദം കേട്ടിട്ടാണ് ഞെട്ടി ഉണർന്നത്. അവൻ അമ്മയോടെന്തോ തർക്കിക്കുന്നു. ഇനി ഞാൻ കൂടി മന്ത്രം ചൊല്ലി പൂജ ചെയ്താൽ എല്ലാം പൂർത്തിയായി അല്ലേ അമ്മേ? എന്നെ കൂടി ഗതികെട്ടവനാക്കാനാണ് നിങ്ങളുടെ മോഹം അല്ലേ? നടക്കില്ല അമ്മേ, നടക്കില്ല. എനിക്ക് ദേവിയുടെ അനുഗ്രഹം വേണ്ട, അമ്പലവും വേണ്ട. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അപേക്ഷയാണ്. ഞാൻ വേറെ വല്ല വരുമാനവും കിട്ടുന്ന പണി വല്ലതുണ്ടോ നോക്കട്ടെ. അല്ലേ, ഇനി ഞാൻ കൂടി കഷ്ടത്തിലവനെ ബാക്കിയുള്ളൂ. ദേഷ്യപ്പെട്ടുകൊണ്ടവൻ പടികളിറങ്ങിപ്പോകുന്ന കാലടി ശബ്ദം. പിന്നെ നിശബ്ദം. രാധയുടെ ദീർഘനിശ്വാസത്തിൻ്റെയും അച്ഛൻ്റെ ചുമയുടെയും ശബ്ദങ്ങളല്ലാതെ. തിരുമേനി എഴുന്നേറ്റു. തൻ്റെ പണി നോക്കട്ടെ. ഇതൊക്കെ കേട്ടിരുന്നാൽ കാര്യം നടക്കില്ല. അമ്പലത്തിലേക്ക് പോകാനുള്ള സമയമായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് ഭഗവതി തന്നെ ശരണം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വലിയ സംഭവവികാസങ്ങളൊന്നുമില്ലാത്ത വിരസദിനങ്ങൾ. മാറ്റം ഒരു കാര്യത്തിൽ മാത്രം. രാധയുടെ ചുമ പെട്ടെന്നധികമായി. നിർത്താതെയുള്ള ചുമയിൽ ശ്വസിക്കുവാൻ പോലും അവർ ബുദ്ധിമുട്ടി. തിരുമേനിക്ക് ആദി കൂടി. ഭാര്യയെ പട്ടണത്തിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചാലേ ഭേദമാവും. പക്ഷേ കയ്യിൽ അതിന് തക്ക പണം വേണ്ടേ? ആരോട് ചോദിക്കും സഹായം? കടമായിട്ടായാലും പണം തന്ന് സഹകരിക്കുവാൻ ശേഷിയുള്ളവർ ആ നാട്ടിന് പുറത്ത് തീരെ കുറവാണ്. അവരോടെന്നല്ല, ആരോടും ഇന്നുവരെ ചോദിച്ചിട്ട് ശീലവുമില്ല, എത്ര പണപ്രശ്നമുണ്ടെങ്കിലും. പക്ഷേ ഇപ്പോൾ മറ്റെന്ത് പോംവഴി? എന്താ ചെയ്യുക ഭഗവതി? തിരുമേനി ഭാര്യയെ നോക്കി നെടുവീർപ്പിട്ടു. ആശുപത്രിയിലേക്കൊന്നും പോണ്ട, അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഇത്തിരി ചുക്ക് കഷായം ഉണ്ടാക്കി തന്നാൽ മതി. ചുടുന്നനെ അങ്ങോട്ട് കുടിച്ചാൽ ഭേദമായിക്കൊള്ളും. നിർത്താതെ ചുമച്ചുകൊണ്ടായാലും അവർ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. ഭാര്യയ്ക്ക് തീരെ സുഖമില്ലെങ്കിലും അയാൾ അമ്പലത്തിൽ പോക്ക് മുടക്കം വരുത്താതെ തുടർന്നു. പക്ഷേ ഇന്നലെ ആദ്യമായി അത് മുടങ്ങി. അത്താഴ പൂജകൾക്ക് പോകാനായില്ല. രാധയ്ക്ക് ദീനം വളരെയധികം കലശലായി. അതുതന്നെയാണ് കാരണം. കിടക്കയിൽ വില്ല് വളയുന്ന പോലെ അവൾ പുളഞ്ഞുകൊണ്ട് ചുമച്ചുകൊണ്ടേയിരുന്നു. തിരുമേനിയുടെ ചുക്കുകാപ്പിയും തുളസിയിലയിട്ട തിളപ്പിച്ചാർച്ച വെള്ളവും ആശ്വാസം നൽകിയില്ല. ഭാര്യയെ വിട്ട് ആ അവസ്ഥയിൽ അമ്പലത്തിൽ പോകുവാൻ മനസ്സനുവദിച്ചില്ല. ഹരിയെ അമ്പലത്തിലേക്ക് അയച്ച് വേറെ ശാന്തിക്കാരനെ കൊണ്ട് നട തുറപ്പിക്കുവാനും പൂജകൾ ചെയ്യിപ്പിക്കുവാനും ഏർപ്പാടാക്കി. വൈകിട്ട് കഞ്ഞിയും തോരനും തയ്യാറാക്കി എല്ലാവരെയും ഊട്ടിയതും പാത്രങ്ങൾ കഴുകി അടുക്കള അടച്ചതും തിരുമേനി തന്നെ. ഇന്ന് കാലത്തേക്ക് ചുമ കുറയും എന്നാണ് കരുതിയത്. എങ്കിലും ഒന്നുകൂടി അധികമാവുകയാണ് ഉണ്ടായത്. അതോടെ കാലത്തെ അമ്പലത്തേക്കുള്ള പോക്കും മുടങ്ങി. ആശുപത്രിയിലേക്ക് ഭാര്യയെ കൊണ്ടുപോകാൻ ഇനിയും വൈകിച്ചാൽ കാര്യം കൂടുതൽ ഗുരുതരമാകുമെന്ന് അയാൾക്കുറപ്പായി. എവിടെ നിന്ന് കുറച്ച് പണം സംഘടിപ്പിക്കും? കയ്യിൽ പെറുക്കി കൂട്ടിയാൽ 10-100 കാണും. അതുകൊണ്ട് എന്താകാനാണ്? അമ്പല കമ്മിറ്റി പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കാം. അതുതന്നെയുള്ളൂ ഒരേയൊരു വഴി. ആദ്യമായിട്ടാണ് കടം ചോദിക്കുന്നത്. വേറെ നിവൃത്തിയില്ല. ഹരിയോട് അമ്പലത്തിൽ പോയി പ്രസിഡന്റിനെ കണ്ട് കുറച്ച് പണം കടം വാങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു. ഇതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതെങ്കിലും വിധേന 10 പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് ജീവിക്കാം. ഇന്നത്തെ കാലത്ത് നമ്പൂരിയാണ് പൂജ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ കുത്തുവാളെടുക്കുകയുണ്ടാവുള്ളൂ. ഒരു ദേവനും ദേവിയും വരില്ല. അച്ഛൻ എപ്പോഴെങ്കിലും കാര്യം മനസ്സിലായല്ലോ.
പ്രസിഡൻ്റെങ്കിൽ പ്രസിഡൻറ്റ്, ഞാൻ പോയി നോക്കട്ടെ, കാര്യം കാണണമല്ലോ. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി. എൻ്റെ ദേവി, മതിയായില്ലേ ഈ പാവങ്ങളെ പരീക്ഷിച്ചത്? തിരുമേനി പ്രാർത്ഥനയോടെ രാധയുടെ റൂമിലേക്ക് ചെന്നു, കണ്ണീരോടെ. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട് താമസിയാതെ തന്നെ രാധയുടെ വിശദമായ പരിശോധനകളും ടെസ്റ്റുകളും വിവിധതരം സ്കാനിങ്ങുകളും നടന്നു. പരിഭ്രാന്തിയോടെ തിരുമേനി ഹരിയുടെ പുറകെ ആശുപത്രിയിൽ വട്ടം ചുറ്റി. വൈകിട്ടേക്ക് റിസൾട്ട് അറിയിക്കാം എന്ന് ഏറ്റിരുന്നുവെങ്കിലും കിട്ടിയില്ല. സന്ധ്യയായതോടെ ഹരി അച്ഛനെ ഇല്ലത്തേക്ക് പറഞ്ഞു വിട്ടു. മനസ്സിലോടെ അയാൾ പോയി. പക്ഷേ രാത്രി ഉറക്കമില്ലാതെ തിരുമേനി തിരിഞ്ഞും മറിഞ്ഞും സമയം കഴിച്ചു കൂട്ടി. രാവിലെയാക്കി. കാലത്ത് അമ്പലത്തിൽ പോകണമോ എന്ന ചിന്തയിലായി. അവസാനം പോകാൻ തന്നെ തീരുമാനിച്ചു. ദേവിയോട് മനമൊരുകി പ്രാർത്ഥിച്ചു. 10 മണിയോടെ അമ്പലത്തിൽ നിന്നും ആശുപത്രിയിൽ എത്തിച്ചേർന്നു. നേരെ രാധയുടെ റൂമിലെത്തി. ഹരി അമ്മയ്ക്കരികിൽ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അച്ഛനെ കണ്ട് അവൻ എഴുന്നേറ്റു. തളർച്ചയോടെ രാധ തിരുമേനിയെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. തിരുമേനിക്ക് കണ്ണീർ അടക്കാനായില്ല. വിഷമിക്കണ്ട, എനിക്കൊന്നുമില്ല, നല്ല ഭേദമുണ്ട്, ഇന്നെന്നെ ഇല്ലത്തേക്ക് പോകാനായ മതിയായിരുന്നു, അവർ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഹരി അച്ഛനെ കൂട്ടി വരാന്തയിലേക്ക് നീങ്ങി. അച്ഛാ, കുറച്ച് പ്രശ്നമുണ്ട് അച്ഛാ. എന്താ ഉണ്ണിയെ? തിരുമേനിക്ക് ആദി കൂടി. അമ്മയ്ക്ക് ഒരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറയണത്. ശസ്ത്രക്രിയയോ? എൻ്റെ ദേവി, എന്താ അവൾക്ക്? ഹരിയുടെ വാക്കുകൾ തിരുമേനിയെ പിടിച്ചുലച്ചു. വേണത്ര അച്ഛാ, പക്ഷേ നല്ല പണച്ചെലവുണ്ട്. ശസ്ത്രക്രിയ വഴിയിക്കാനും പറ്റില്ല. എന്താ ഇപ്പം ചെയ്യുക? ഹരിയുടെ വാക്കുകൾ ഓരോന്നും കൂരമ്പുകളായാണ് തിരുമേനിയിലേക്ക് എത്തിയത്. പണത്തിന് വല്ല വഴിയുണ്ടോ അച്ഛാ? ഹരി ചോദിച്ചു. ചുരുങ്ങിയത് 2 ലക്ഷമെങ്കിലും വേണ്ടി വരും. അച്ഛൻ്റെ ദേവി കൊണ്ടുവന്ന് തരുമോ? ഹരി ചിരികൂട്ടി പുച്ഛിച്ചു, അതിലേറെ അമർഷത്തോടെ. ഉണ്ണി, ഭഗവതിയെ നിന്ദിക്കാതറ, തിരുമേനി ദയനീയമായി അപേക്ഷിച്ചു. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അന്നം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭഗവതിയുടെ പാദസേവ ചെയ്തിട്ടല്ലേ? അമ്പലത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ? അയാളുടെ തൊണ്ടയിടറി. അച്ഛാ, പഴംപുരാണം പിന്നെ പറയാം. പണത്തിന് വല്ല വഴിയുമുണ്ടോ? അതാ ഇപ്പോഴത്തെ പ്രശ്നം. ഹരിയുടെ സ്വരം ദൃഢമായി. ഏതായാലും ടോക്കൺ അഡ്വാൻസ് അടയ്ക്കുവാൻ അവർ വഴി കണ്ടെത്തി. രാധയുടെ ചരടിൽ കോർത്ത താലിയെടുത്ത് പണയം വെച്ചു. ആ പണം അടച്ചു. ബാക്കി എത്രയും പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കാമെന്നും ഏറ്റു. സർജറി വൈകിക്കരുതെന്ന് ഡോക്ടർ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ളത് തിരുമേനിയെയും ഹരിയെയും സമ്മർദ്ദത്തിലാക്കി. വൈകിട്ടോടെ ഹരി അച്ഛനോട് ഇല്ലത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ എന്തോ തിരുമേനിക്ക് ഭാര്യയെ വിട്ട് പോകാൻ തോന്നിയതേയില്ല. ചിന്താഭാരത്തോടെ തളർന്നു കിടക്കുന്ന രാധയ്ക്കരികിൽ അയാളിരുന്നു. ആ ഇരുന്ന ഇരിപ്പിൽ പാവം മയങ്ങിപ്പോയി. തോളിൽ ആരോ സ്പർശിച്ചപ്പോൾ ഞെട്ടിയുണർന്നു. അമ്പല കമ്മിറ്റി പ്രസിഡൻ്റാണ്. കൂടെ 2 പേർ കൂടിയുണ്ട്. ഒരു മധ്യവയസ്കനും ഭാര്യയാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീയും. തിരുമേനി എഴുന്നേറ്റു. തിരുമേനി നല്ല ഉറക്കത്തിലാണല്ലോ, പ്രസിഡന്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, ഇരുന്നിരുന്ന് ഒന്നങ്ങോട്ട് മയങ്ങി. തിരുമേനി ചിരിച്ചു. എന്താച്ചാ രാത്രിയിൽ തീരെ ഉറക്കല്ലേ, അതാ. പിന്നെ ഒരു 3-4 ദിവസം അമ്പലത്തിലേക്ക് ഇറങ്ങാൻ ഒട്ടും നിർവാഹമില്ല. അലോഹ്യൊന്നും തോന്നരുത്. ഇവളിവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാ, അതാ. അയാളുടെ കണ്ടമിടറി. ഏയ്, അതൊന്നും സാരമില്ല, മറ്റേ തിരുമേനിയെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചോളാം, പ്രശ്നമില്ല, തൽക്കാലം കാര്യങ്ങളൊക്കെ നടക്കും. തിരുമേനിക്ക് ഇവരെ പിടികിട്ടിയോ? പ്രസിഡന്റ് ബാക്കി 2 പേരെ ചൂണ്ടി ചോദിച്ചു. ഇല്ല കേട്ടോ, ഒട്ടും അങ്ങോട്ട് കണ്ടതായിട്ട് ഓർമ്മ വരണില്ല. തിരുമേനി ക്ഷമാപണ സ്വരത്തിൽ മറുപടി നൽകി. മധ്യവയസ്കൻ തൊഴുകൈയോടെ മുന്നോട്ട് നീങ്ങി. എന്നിട്ട് പറഞ്ഞു, അതിലതിശയില്ല. ഞങ്ങൾക്ക് തിരുമേനിയുടെ അച്ഛനെ നന്നായിട്ടറിയാം. ഞങ്ങളെ തിരുമേനിക്ക് അറിയാൻ ഒരു വഴിയില്ല. ഞാൻ ശേഖരമേനോൻ, ഇതെൻ്റെ ഭാര്യ സരോജം. സരോജം തിരുമേനിയെ വണങ്ങി. ഞങ്ങൾ അമേരിക്കയിൽ സെറ്റിൽഡാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവധിക്ക് നാട്ടിലെത്തിയത്. മകനും കുടുംബവും അമേരിക്കയിൽ തന്നെയാണ്. എന്നെ എഴുത്തിനിരുത്തിയത് തിരുമേനിയുടെ അച്ഛനാ, മേനോൻ ബഹുമാനപൂർവ്വം പറഞ്ഞു. അതും ഇതേ അമ്പലത്തിൽ, ഇതേ ഭഗവതിയുടെ തിരുനടയിൽ. സന്തോഷം, തിരുമേനി പുഞ്ചിരിച്ചു. പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്ന് നിർത്തി മേനോൻ തുടർന്നു. ഒന്നും സാരാക്കണ്ട,
എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഓപ്പറേഷൻ സമയത്ത് നടക്കും, നടത്തിയിരിക്കും. തിരുമേനി ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അരികിൽ ഹരിയും. അയ്യോ, അതൊന്നും വേണ്ട. അഭിമാനിയായ അയാൾ വിറയാർന്ന കൈകൾ കൂപ്പി. തിരുമേനി, ഒന്നും പറയണ്ട, കൂടുതലൊന്നും ചിന്തിക്കുകയും വേണ്ട. ഇത് ഞങ്ങളുടെ നാട്ടുകാർ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. ദേശത്തെ അമ്പലത്തിൽ കാലാകാലങ്ങളായിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ഭഗവതിയെ ഉപാസിക്കുന്നവരാണ് തിരുമേനിയുടെ തലമുറക്കാർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ, അതിന് പണം വേണമെങ്കിൽ ഞങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടത്. ശസ്ത്രക്രിയ നടക്കട്ടെ. മേനോൻ തിരുമേനിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് തിരിച്ചു പറയണമെന്നറിയാതെ തിരുമേനി കുഴങ്ങി. മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ വൻ തിരമാലകൾ ഉയർത്തുന്നതെന്നറിയാതെ. എന്നാ ഞങ്ങളുടെ ഇറങ്ങട്ടെ. തിരുമേനിക്ക് സന്തോഷമായില്ലോ. സമാധാനമായിട്ടിരിക്കുക. ഈ തരുന്ന പണം കടമായി കണക്കാക്കിക്കൊള്ളൂ. തിരുമേനിയുടെ മകൻ, ഇയാൾ ഹരി എന്നല്ലേ പേര്? മേനോൻ ഹരിയുടെ നേരെ തിരിഞ്ഞു. അതെ, ഹരി മറുപടി നൽകി. ഹരിയുടെ കാര്യം നമുക്ക് ശരിയാക്കാം. എൻ്റെ മകൻ അവൻ്റെ അമേരിക്കൻ കമ്പനിയിൽ, അതായത് ഇവിടെ കൊച്ചിയിലുള്ള ഓഫീസിൽ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഹരിയുടെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷനിൽ. അതിനെ പറ്റിയിട്ടും തിരുമേനി വെറുതെ ടെൻഷൻ അടിക്കണ്ട. എല്ലാം നമുക്ക് ശരിയാക്കാം. ആ വേവലാതിയും ഇനി വേണ്ട. ഇതുകൂടി കേട്ടതോടെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ മേനോനെ തൊഴുതു. അരുത് തിരുമേനി. ഇത്രയും പറഞ്ഞ് മേനോനും ഭാര്യയും രാധയെ വണങ്ങി റൂം വിട്ടിറങ്ങി നടന്നു. പുറകെ പ്രസിഡൻറ്റും. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഭാര്യയുടെ കണ്ണുനീർ തിരുമേനി തോർത്തെടുത്ത് തുടച്ചു. ദേവി, നമുക്കൊപ്പമുണ്ട് രാധേ, അയാൾ രാധയോട് പറഞ്ഞു. പിന്നെ ഹരിയുടെ നേരെ തിരിഞ്ഞു. ഉണ്ണിയെ, ഈ വന്നവരാരാന്ന് വല്ല പിടിയുണ്ടോ കുട്ടിക്ക്? സാക്ഷാ ദേവി തന്നെ അത്. നമ്മുടെ ഭഗവതി അയച്ചതാ അവരെ. ഹരി കുറ്റബോധത്തോടെ തല താഴ്ത്തി. പിന്നെ അച്ഛനരികിലെത്തി ഇങ്ങനെ പറഞ്ഞു. അച്ഛാ, അച്ഛൻ എന്നോട് പൊറുക്കണം. ഇത്രയും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അച്ഛനമ്മമാരെ, മുത്തശ്ശനെ ഒരു തരത്തിലും സഹായിക്കാൻ പറ്റാതെ ഊണവും ഉറക്കവും ഊരിച്ചിട്ടിലും മാത്രമായിട്ട് ഒരു ഭാരമായിട്ട് കുടുംബത്തിൽ കഴിയേണ്ടി വരുന്ന എൻ്റെ ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ, അത് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് എൻ്റെ അച്ഛാ. അവൻ പൊട്ടിക്കരഞ്ഞു. സാരില്ല ഉണ്ണിയെ, പോട്ടെ. തിരുമേനി അവനെ ചേർത്ത് പിടിച്ചു. ഇപ്പോഴാണ് അച്ഛാ എനിക്ക് മനസ്സിലായത്, ഭഗവതി നമ്മളെ കൈവെടിയില്ല എന്ന്, നമുക്കൊപ്പം ഉണ്ടെന്ന്. തത്വമസി എന്നതിൻ്റെ യഥാർത്ഥ പൊരുൾ ഇപ്പോൾ വന്നവർ നമ്മളെ മനസ്സിലാക്കിച്ചു തന്നു. ഇതെല്ലാം കേട്ട് സന്തോഷാശ്രു പൊഴിച്ച് രാധ കൈനീട്ടി ഹരിയെ തലോടി. ഈ കഥ ഇവിടെ തീരുകയാണ്. തത്വമസി എല്ലാവർക്കും